നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിടിക്കപ്പെടാതിരിക്കാൻ വിമാനത്താവളത്തിലൂടെ പല രീതിയിൽ പല മാർഗങ്ങളിൽ സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന വാർത്തകൾ നമ്മൾ ദിവസവും വായിക്കാറുള്ളതാണ്. ഒട്ടുമിക്ക വിമാനത്താവളങ്ങളിലൂടെ എല്ലാം തന്നെ സ്വർണം വലിയ രീതിയിൽ കടത്തുകയും അത് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പിടികൂടുന്ന വാർത്തകളും നമ്മൾ വായിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ സ്വർണം മാത്രമല്ല, ഏറ്റവും കൂടുതലായിട്ട് സ്വർണം തന്നെയാണ് കടത്തുന്നത്. പക്ഷേ സ്വർണം മാത്രമല്ല, മറ്റ് പാമ്പുകളും അതുപോലെ തന്നെ മറ്റ് ജീവികളെ എല്ലാം തന്നെ വിമാനത്താവളങ്ങൾ വഴി കടത്തുന്ന വാർത്തകളും അപൂർവമായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോഴിതാ അപൂർവ ഇനത്തിൽപ്പെട്ട 11 പാമ്പുകളെ ഇറക്കുമതി ചെയ്ത് വിൽപ്പന നടത്താനുള്ള ശ്രമത്തിനിടെ ഒരാൾ പിടിയിലായിരിക്കുകയാണ്. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് പാമ്പുകളെ കണ്ടെത്തിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ബാങ്കോക്കിൽ നിന്ന് ഇയാൾ പാമ്പുകളെ എത്തിച്ചത് ഇവയെ കേക്ക്, ബിസ്ക്കറ്റ് പാക്കറ്റുകളിലായി ഒളിപ്പിച്ച് നടത്താനായിരുന്നു നീക്കം. 9 ബാൾ പൈത്തനെയും 2 കോൺ സ്നേക്കുകളെയുമാണ് പിടികൂടിയത്. ഇറക്കുമതി നയം ലംഘിച്ചാണ് ഇവയെ ബാങ്കോക്കിൽ നിന്ന് കൊണ്ടുവന്നത്. അതിജീവനത്തിനുള്ള മെച്ചപ്പെട്ട സാധ്യതകൾ കണക്കിലെടുത്ത് ഇവയെ ബാങ്കോക്കിലേക്ക് തന്നെ തിരിച്ചയക്കാൻ WCB റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിനായി പാമ്പുകളെ സ്പേസ് ജെറ്റ് എയർലൈൻസിന് കൈമാറി. 1962 കസ്റ്റംസ് ആക്ട് അനുസരിച്ചാണ് പാമ്പുകളെ പിടിച്ചെടുത്തത്. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ അധികൃതരെത്തി പരിശോധന നടത്തിയാണ് ഏതൊക്കെ ഇനം പാമ്പുകളെയാണ് കടത്താൻ ശ്രമിച്ചതെന്ന് കണ്ടെത്തിയത്. പിടിച്ചെടുത്തവയൊന്നും നാടൻ പാമ്പുകളല്ല. ഇറക്കുമതി നയം ലംഘിച്ചാണ് ഇവയെ ബാങ്കോക്കിൽ നിന്ന് കൊണ്ടുവന്നത്. അതിജീവനത്തിലുള്ള മെച്ചപ്പെട്ട സാധ്യതകൾ കണക്കിലെടുത്ത് ഇവയെ ബാങ്കോക്കിലേക്ക് തന്നെ തിരിച്ചയക്കാൻ അധികൃതർ തീരുമാനമായിട്ടുണ്ട്. ഇതിനായി പാമ്പുകളെ കൈമാറി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. പാമ്പുകളെ കടത്തിക്കൊണ്ടുവന്നയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണവും തിരച്ചിലും പുരോഗമിക്കുകയാണെന്നും അധികൃതർ പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചെന്നൈ ട്രിച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ഇത്തരത്തിൽ യാത്രക്കാരന്റെ ബാഗിൽ നിന്ന് കണ്ടെടുത്തത് 47 പാമ്പുകളെയും 2 പല്ലികളെയുമാണ്. മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്നെത്തിയ മുഹമ്മദ് മൊയ്തീൻ എന്ന ആളിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത്. ബാത്തിക് എയർ വിമാനത്തിലെത്തിയ ഇയാളെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ജീവനുള്ള വിവിധ ഇനത്തിലും വലിപ്പത്തിലുമുള്ള പാമ്പുകളാണ് ഇയാൾ കൊണ്ടുവന്ന പെട്ടിയിലുണ്ടായിരുന്നത്. പെട്ടിയിൽ പ്രത്യേകം അറകൾ ഉണ്ടാക്കിയാണ് ഇവയെ സൂക്ഷിച്ചിരുന്നത്. മുഹമ്മദ് മൊയ്തീനെ കസ്റ്റംസ് ചോദ്യം ചെയ്തിരുന്നു. അതുപോലെ ബാങ്കോക്കിൽ നിന്ന് ബംഗളൂരു വിമാനത്താവളത്തിൽ ഇറങ്ങിയ തമിഴ്നാട് സ്വദേശിനിയുടെ സ്യൂട്ട് കേസിൽ നിന്ന് 20 രാജവെമ്പാല കുഞ്ഞുങ്ങളെയും 10 പെരുമ്പാമ്പ് ഉൾപ്പെടെയുള്ള മറ്റു പാമ്പുകളെയും കണ്ടെത്തിയിരുന്നു. വന്യജീവി കടത്തുകാരൻ 6 കുരങ്ങൻ കുട്ടികളെയും വഹിച്ചിരുന്നു. തായ്ലാന്റിൽ നിന്നുള്ള വിമാനത്തിന്റെ പാസഞ്ചർ പ്രൊഫൈലിംഗ് നടത്തിയ ബംഗളൂരു കസ്റ്റംസിലെ സ്ലീഡുകളാണ് വന്യജീവി കള്ളക്കടത്ത് പിടികൂടിയതെന്ന് ബംഗളൂരു കെപ്പഗൌണ്ട അന്താരാഷ്ട്ര വിമാനത്താവളം വൃത്തങ്ങൾ അറിയിച്ചത്. സംശയാസ്പദമായ രീതിയിൽ പെരുമാറിയ ഒരു യാത്രക്കാരനെ തടഞ്ഞു നിർത്തി അയാളുടെ ലഗേജ് സ്കാൻ ചെയ്തത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചിരുന്നു. 20 ഉഗ്രവിഷമുള്ള രാജവെമ്പാല കുഞ്ഞുങ്ങളെയും മറ്റ് 50-ലധികം പാമ്പുകളെയുമാണ് ഇയാളുടെ കൈവശമുണ്ടായിരുന്നത്. ഇഴജന്തുക്കളെയെല്ലാം പെട്ടികളിൽ നിറച്ച് തന്റെ ചെക്ക് ഇൻ സ്യൂട്ട് കേസിൽ ബാംഗ്ലൂരിലേക്ക് കടത്തുകയായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ലഗേജിൽ 6 കുരങ്ങുകളെ കയറ്റാൻ ഇയാൾ ശ്രമിച്ചിരുന്നതായും വൃത്തങ്ങൾ അറിയിച്ചു. സ്വർണം മാത്രമല്ല, ഇത്തരത്തിൽ വംശനാശം സംഭവിക്കുന്ന പല ജീവികളെയും ഇന്ന് വിമാനത്താവളങ്ങൾ വഴി കടത്തുന്നത് ഒരു സ്ഥിരം സംഭവമായി മാറുകയാണ്.